ആദ്യം പരിശോധിക്കേണ്ട മണ്ഡലം ആറന്മുളയാണ്. വീണ ജോർജ് മത്സരിക്കുന്ന, അബിൻ വർക്കി മത്സരിക്കുന്ന, കുമ്മനം രാജശേഖരൻ മത്സരിക്കുന്ന മൂന്ന് മുന്നണിയിലെയും കരുത്തരായ മൂന്ന് സ്ഥാനാർത്ഥികൾ. ഓർത്തഡോക്സ് സഭയിൽ നിന്ന് തന്നെ രണ്ടുപേർ മത്സരിക്കുന്നു എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. ഓർത്തഡോക്സ് സഭയിൽ നിന്നാണ് വീണ ജോർജിന് പിന്തുണ ഉണ്ടായിരുന്നെങ്കിൽ അതേ സഭയുടെ പിന്തുണയോടുകൂടി അബിൻ വർക്കി കൂടി മത്സരിക്കുന്നു. സഭാ പിന്തുണയോടുകൂടിയാണ് അബിൻ വർക്കി വന്നതെന്ന് പറയുന്നു. ആർക്കാണ് സ്വാധീനമെന്ന് പ്രധാനം. രണ്ട് ക്രിസ്ത്യാനികൾ ആ മറുഭാഗത്ത് മത്സരിക്കുന്നു. അവിടെ ഒരു ഹിന്ദു വിജയിക്കണ്ടേ എന്നൊക്കെയുള്ള ഒരു ചോദ്യവുമായി ആറന്മുള ഹിന്ദുക്കളുടെ കൂടി നാടല്ലേ എന്നുള്ള ലേശം അത്തരം തരത്തിൽ മതപരമായ ഒരു ധ്രുവീകരണം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമം കുമ്മനം രാജശേഖരൻ നേതൃത്വത്തിൽ BJP നടത്തുന്നുണ്ടെന്ന് ആ ഒരു മണ്ഡലത്തിലേക്ക് നോക്കിയാൽ മണ്ഡലത്തിന്റെ പ്രാഥമികമായ ചിത്രം ഇതാണ്. 2011 ചിത്രത്തിൽ UDF അവിടെ വിജയിച്ചത് 64,845 വോട്ടിനാണെങ്കിൽ അവിടെ അന്ന് 10,277 വോട്ട് മാത്രമാണ് NDAക്ക് ഉണ്ടായിരുന്നത്. 2016 എത്തുമ്പോഴേക്കും 2016 LDF വീണ ജോർജിലൂടെ, ഇത് K ശിവദാസൻ നായരാണെങ്കിൽ ഇത് വീണ ജോർജിലൂടെ LDF പിടിച്ചെടുക്കുന്നു. 64,523 വോട്ടാണ്. അന്ന് 56,877 വോട്ട് മാത്രമാണ് UDF ലഭിക്കുന്നത്. അന്ന് NDAക്ക് 37,906 വോട്ട് അവിടെ ലഭിക്കുന്നു എന്നുള്ളതാണ് ആറന്മുളയിലെ പ്രത്യേകത. ആറന്മുളയിൽ 37,000 MD രമേശാണെന്ന് മത്സരിച്ചത്. 38,000 എന്ന് കൂട്ടാം. 37,906 വോട്ടാണ്. MD രമേശിലൂടെയാണ് അവിടെ ഒരു വലിയ മുന്നേറ്റം ഉണ്ടാകുന്നത്. 2021 വരുമ്പോഴും വീണ ജോർജ് തന്റെ ഭൂരിപക്ഷം ഇരട്ടിപ്പിച്ച് 74,000 എത്തിക്കുന്നു. 19,000 ഭൂരിപക്ഷമാവുന്നു. 55,000 ശിവദാസൻ നായർ തന്റെ വോട്ട് നിലനിർത്തിയെങ്കിലും ശിവദാസൻ നായരുടെ വോട്ട് നിലനിർത്തുമ്പോൾ തന്നെ 56,877 55,000 1000 വോട്ടിന്റെ വ്യത്യാസം, കഷ്ടിച്ച് 1000 വോട്ടിന്റെ ഇല്ല 900 വോട്ടിന്റെ വ്യത്യാസം മാത്രമാണ് വന്നത്. പക്ഷേ വീണ ജോർജ് അവിടെ വലിയ വർധനമുണ്ടാക്കി. ആ വർധനമുണ്ടായത് ഇവിടെ കൂടിയാണ്. 37,000 വോട്ട് കിട്ടിയ സ്ഥാനത്ത് നിന്ന് അവിടെ 38,000 എന്ന് കൂട്ടാം. 38,000 കിട്ടിയ സ്ഥാനത്ത് നിന്ന് 29,000 ഏകദേശം 9,000 വോട്ടിന്റെ വ്യത്യാസം ഇവിടെ BJPക്ക് കുറവുണ്ടാകുന്നു. BJPക്ക് സാബു ജോർജാണ് മത്സരിച്ചത്. BJPക്ക് വേണ്ടി മത്സരിച്ചത് ബിജു മാത്യു ആണ്. ബിജു മാത്യു മത്സരിക്കുമ്പോൾ 29,000 അവരുടെ വോട്ട് കുറയുന്നു. ആ വോട്ട് കൂടി വീണ ജോർജ് പിടിച്ചെടുത്ത് വീണ ജോർജ് വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുന്നു. ഇത്തവണ വീണ ജോർജും അബിൻ വർക്കിയും കുമ്മനം രാജശേഖരനും തമ്മിലാണ് മത്സരം. ശ്രീജിത്ത്, കേരളത്തിൽ പത്തനംതിട്ട ജില്ലയെ സംബന്ധിച്ച് ഏറ്റവും കടുത്ത പോരാട്ടം നടക്കുന്ന മണ്ഡലം, മൂന്ന് മുന്നണികൾക്കും ഒരുപോലെ പ്രസ്റ്റീജിയസ് ആയ ഒരു മണ്ഡലം, കേരളമാകെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു മണ്ഡലം, ആരോഗ്യമന്ത്രി തന്നെ നേരിട്ട് മത്സരിക്കുന്ന ഒരു മണ്ഡലം. ആ ഒരു മണ്ഡലത്തിൽ ഈ രണ്ട് കൂട്ടരും LDFും UDFും ഒരുപോലെ തന്നെ അവിടെ വിജയം പ്രതീക്ഷിക്കുന്നു. ഒരു അട്ടിമറി സാധ്യത BJPയും പ്രതീക്ഷിക്കുന്നു. എന്താണ് ഫലത്തിൽ അവിടെ ഉണ്ടാവാൻ സാധ്യതയുള്ളത്? പ്രവചനാതീതം എന്ന് തന്നെ പറയേണ്ടി വരും. പ്രത്യേകിച്ച് ഓർത്തഡോക്സ് സഭാംഗങ്ങളായ രണ്ടുപേർ ഇടത് വലത് മുന്നണികളുടെ സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്ന ഇത് ആദ്യമാണ്. കഴിഞ്ഞ തവണ BJP സ്ഥാനാർത്ഥിയായി വന്ന ആൾ ബിജു മാത്യു. അദ്ദേഹം ഓർത്തഡോക്സ് സഭയുടെ ചുമതലയിൽ ഉണ്ടായിരുന്ന ആളാണ്. പക്ഷേ എന്നിരുന്നാൽ തന്നെയും അദ്ദേഹത്തിന് BJP വോട്ടുകൾ 29,000 എത്താൻ കഴിഞ്ഞുള്ളൂ. അവിടെ വീണ ജോർജിന് 70,000 പരം വോട്ടുകൾ ലഭിക്കുന്ന സാഹചര്യവും ഉണ്ടായി. അതായത് വീണ ജോർജിലേക്ക് ഓർത്തഡോക്സ് വോട്ടുകൾ കാര്യമായി തന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എത്തി എന്നുള്ളതാണ്. ഇത്തവണ ജയിക്കാനായി രണ്ടുപേർ ഓർത്തഡോക്സ് സഭയിൽ നിന്ന് എത്തുമ്പോൾ സഭയുടെ വോട്ടുകൾ എങ്ങോട്ടേക്ക് കേന്ദ്രീകരിക്കും എന്നത് തന്നെയാണ് ആറന്മുളയുടെ വിജയം നിർണ്ണയിക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ടതായി വരിക. രണ്ടാമത് കുമ്മനം രാജശേഖരൻ BJPക്ക് ഒരുപക്ഷെ തിരുവനന്തപുരത്തൊക്കെ എത്രത്തോളം പരിചിതനാണോ അതിനേക്കാൾ പരിചിതനാണ് ആറന്മുളയിൽ. അദ്ദേഹത്തിന്റെ ഒരു തട്ടകം, അദ്ദേഹം കോട്ടയം കുമ്മനംകാരനാണെങ്കിൽ പോലും അദ്ദേഹം ആറന്മുള കേന്ദ്രീകരിച്ച് കാലങ്ങൾ പ്രവർത്തിച്ച ആളാണ്. അവിടുത്തെ ഓരോ വീടുകളുമായി ബന്ധമുള്ള ആളാണ്. അവിടെ നേരത്തെ പറഞ്ഞ ഒരു സാമുദായിക സമവാക്യം കൂടി, രണ്ട് ഓർത്തഡോക്സുകാർ മത്സരിക്കുമ്പോൾ ഇപ്പുറത്ത് നിന്ന് ഈ കുമ്മനത്തെ പോലൊരാൾ മത്സരിക്കുമ്പോൾ അവിടെ ഒരു സാമുദായിക ഏകീകരണം ഒരുപക്ഷെ BJPക്ക് ഉണ്ടാകുമെന്ന പ്രതീക്ഷ അവരെ സംബന്ധിച്ചുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സാധാരണഗതിയിൽ സർക്കാർ വിരുദ്ധ വികാരം എന്തായാലും ഉണ്ടാകും. പക്ഷെ അതിൽ കുമ്മനം കുറെ വോട്ടുകൾ കൂടി, അബിന് കിട്ടേണ്ട കുറെ വോട്ടുകൾ കൂടി ചോർത്തിക്കൊണ്ട് പോകുമോ എന്നുള്ളതാണ്. അവിടെയാണ് CPMന്റെ വിജയപ്രതീക്ഷയും ഉള്ളത്. പക്ഷേ ഇത്തവണ കഴിഞ്ഞ കുറേ കാലങ്ങളായി തുടർച്ചയായി വിവാദങ്ങളിൽ പെടുന്ന വീണ ജോർജ്, ഏറ്റവും ഒടുവിൽ കണ്ണൂരിലുണ്ടായ റെയിൽവേ സ്റ്റേഷനിലുണ്ടായ അതിക്രമങ്ങളുമായി ബന്ധപ്പെട്ട ഉണ്ടായ വിവാദങ്ങൾ, ഇതെല്ലാം വീണയ്ക്ക് ദോഷകരമായി ബാധിക്കും എന്നാണ് UDF ക്യാമ്പും BJP ക്യാമ്പും ഒക്കെ വിലയിരുത്തുന്നത്. മാത്രമല്ല CPMലും അവിടെ ചില വലിപ്പച്ചെറുപ്പങ്ങളുടെ കാര്യത്തിൽ വീണയ്ക്ക് കൂടുതൽ അംഗീകാരം ലഭിച്ചു എന്ന തരത്തിലുള്ള പ്രചരണം തുടക്കം മുതലേ ഉണ്ടായിരുന്നതാണ്. അത് ഇത്തവണ അത് കൂടുതൽ പ്രതിഫലിക്കും. പ്രത്യേകിച്ച് മന്ത്രി എന്ന നിലയിൽ ഉള്ള പ്രവർത്തനങ്ങളിൽ പല നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. അത് പാർട്ടി പ്രവർത്തകരെ അടക്കം ദോഷകരമായി ചിന്തിക്കുന്നതിന് കാരണമായിട്ടുണ്ട്. ആ വോട്ടൂടെ കിട്ടുമെന്നുള്ളതാണ് കോൺഗ്രസിന്റെയും ഒപ്പം തന്നെ ഇപ്പോൾ BJPയുടെ ഒക്കെ കണക്കുകൂട്ടൽ. അങ്ങനെ വീണെ തോൽപ്പിക്കാമെന്ന്
പ്രധാനമായും ഇടത് കണക്കൂട്ടൽ CPM-ൻ്റെ ഒക്കെ ഒരു കണക്കൂട്ടൽ അനുസരിച്ച് കുമ്മനം രാജശേഖരൻ നിൽക്കുമ്പോൾ UDF-ന് കിട്ടിക്കൊണ്ടിരുന്ന ചില ഒരു പ്രബലമായ വിഭാഗം നായർ വിഭാഗം അവിടുത്തെ പ്രധാന വോട്ടിൽ നിർണായകമാണ്. ഈ വോട്ടിൽ നല്ലൊരു ശതമാനം വോട്ട് അത് കുമ്മനം രാജശേഖരനിലേക്ക് പോകും എന്ന് കണക്കൂട്ടുന്നു. അതോടൊപ്പം തന്നെ ഓർത്തഡോക്സ് സഭയുടെ ആകെ ഒരു പിന്തുണയൊക്കെ അബിൻ വർക്കി അവകാശപ്പെടുമ്പോഴും ഓർത്തഡോക്സ് സഭയ്ക്ക് ഈ ആറന്മുളയിലുള്ള ഒരു പിന്തുണ അത് സ്വാഭാവികമായി ഉണ്ടാകുന്നത് വീണ ജോർജിനാണെന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ വീണ ജോർജ് അവിടെ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങൾ കഴിഞ്ഞ തവണ നേടിയ 19,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം ഇത് മൂന്നുമാണ് ഇടതുമുന്നണി കാണുന്നത്. പക്ഷേ UDF കാണുന്ന അങ്ങനെയല്ല. വീണ ജോർജിൻ്റെ എല്ലാ പ്രവർത്തനത്തിനും അപ്പുറം കണ്ണൂരിൽ നടന്നത് ഒരു നാടകമാണെന്നും ആ നാടകത്തിലൂടെ വീണ ജോർജ് അതുവരെ ഉണ്ടാക്കിയ പ്രതിച്ഛായ നഷ്ടപ്പെട്ടു പോയെന്നും കടുത്ത ഭരണവിരുദ്ധ വികാരമുണ്ടെന്നും കുമ്മനം രാജശേഖരൻ വിജയിക്കും എന്നൊരവസ്ഥ എവിടെയും മണ്ഡലത്തിൽ ഒരു ഘട്ടത്തിലും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് അബിൻ വർക്കിക്കാണ് വിജയം ഉണ്ടാകുന്നതെന്നും അബിൻ വർക്കിക്കായിരിക്കും ഓർത്തഡോക്സ് സഭയുടെ അടക്കം വോട്ട് കിട്ടുക എന്നതാണ് അവരുടെ അടിസ്ഥാനം. ഈ കണക്കുകൾ തമ്മിൽ ഒരു കാരണവശാലും യോജിക്കുന്നില്ല. ഇതിൽ എവിടെയാണ് കൂടുതൽ സാധ്യത കാണുന്നത്? രണ്ട് കാര്യങ്ങൾ പ്രധാനമാണ്. ഒന്ന്, ഓർത്തഡോക്സ് സഭയുടെ വോട്ടുകൾ എങ്ങനെ പിടിച്ചെടുക്കണമെന്ന് വ്യക്തമായ ധാരണയുള്ള ആളാണ് വീണ ജോർജ്. അത് കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിനും അവർ തെളിയിച്ചിട്ടുണ്ട്. പക്ഷേ ഓർത്തഡോക്സ് സഭയ്ക്ക് അങ്ങനെ അങ്ങ് കൈവിട്ട് കളയാൻ കഴിയുന്ന ആളല്ല അബിൻ വർക്കി. പ്രത്യേകിച്ച് യൂത്ത് കോൺഗ്രസിന്റെ രാഹുൽ മാങ്കൂട്ടത്തിൽ മാറിയ ശേഷമുള്ള അധ്യക്ഷ സ്ഥാനത്തേക്കൊക്കെ അബിനെ പരിഗണിക്കാതിരുന്നപ്പോൾ പരസ്യമായി രംഗത്ത് വന്നതാണ്. പക്ഷേ മന്ത്രി എന്ന നിലയിലടക്കം വീണ ജോർജ് ഓർത്തഡോക്സ് സഭയ്ക്ക് അടക്കം വളരെ വേണ്ടപ്പെട്ട ഒരാളായി മാറിയിരുന്നു. അങ്ങനെ സഭയ്ക്ക് പെട്ടെന്ന് കൈവിടാൻ കഴിയുമോ എന്ന ചോദ്യം ഒന്നവിടെ നിൽക്കുകയാണ്. രണ്ടാമത്തെ ഏറ്റവും ഗൗരവമേറിയ ചോദ്യം കുമ്മനം പിടിക്കുന്ന വോട്ടുകൾ തന്നെയാണ്. ആറന്മുളയുടെ വിജയ ഫാക്ടറിൽ അത് നേരത്തെ പറഞ്ഞതുപോലെ നായർ സമുദായത്തിന്റെ വോട്ടുകൾ അതേ സമുദായ അംഗമായ കുമ്മനത്തിലേക്ക് കുറേ വോട്ടുകൾ കാര്യമായി പോയാൽ അത്ഭുതപ്പെടാൻ കഴിയില്ല. പത്തനംതിട്ട ജില്ലയിൽ ഏതാണ്ട് 40,000-ൽ പരം വോട്ടുകൾ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലും BJP നേടിയൊരു ജില്ല കൂടിയാണ് ആറന്മുള നിയോജക മണ്ഡലം. അങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ കുമ്മനത്തിന്റെ വോട്ട് അതിനു മുന്നിലേക്ക് പോയാൽ പക്ഷെ അത് കൂടുതൽ ബാധിക്കുക അത് ഒരുപക്ഷെ UDF സ്ഥാനാർത്ഥിയെ തന്നെയായിരിക്കും. അവിടെയാണ് LDF കാര്യമായ വിജയ പ്രതീക്ഷ വെച്ചു പുലർത്തുന്നത്. ശരി ശ്രീത്തെ, നമുക്ക് ഇനി പ്രധാനപ്പെട്ട മണ്ഡലം ഈ 5 മണ്ഡലങ്ങളിൽ ആറന്മുളയാണ് ഏറ്റവും പ്രധാനമായ മത്സരം അങ്ങനെ പ്രതീക്ഷിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.